ഹലോ. ഹലോ. ആ ദുഷ്ടൻ എത്തിയില്ലേ? ഇല്ല. സമയം 1:10 അവൻ എത്തിക്കണമെന്ന് ഓർത്താ ഞാൻ ഇങ്ങോട്ട് കയറിയത്. ആ നീ ടൈം ടേബിളിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ലല്ലോ? അതോ ഭക്ഷണം കഴിക്കലപ്പം സമയക്കുറവ് മൂലം ആഫീസിൽ തന്നെ ആക്കിയോ? ഇല്ലില്ല, ടൈം ടേബിളിന് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. അതൊക്കെ പൂർവാധികം കൃത്യനിഷ്ഠയോട് കൂടി തന്നെ നിർവഹിക്കുന്നുണ്ട്. ആ ആളെത്തി. ഡോക്ടർ വന്നിട്ടുണ്ട്. തോമസോ, നീ എപ്പോ എത്തി? കൃത്യം 1:10 സാർ. സുധേ, നിന്നെ സമ്മതിക്കണം. ഒരു ഘടികാരത്തിന് കല്യാണം കഴിച്ച മാതിരി നിനക്ക് തോന്നാറില്ലേ? മാധവൻകുട്ടി, നിന്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു. നിനക്ക് പറ്റിയ പേര് സമയപാലകൻ എന്നാണ്. തുടങ്ങിയോ നിന്റെ വളിപ്പ്? ഈ സ്വഭാവം കൊണ്ട് നീ നിന്റെ ഡിഗ്നിറ്റി കളയും. ആ സാറൊന്ന് പറഞ്ഞു തരണം. സാറിന്റെ തത്വശാസ്ത്രം അനുസരിച്ച് എനിക്ക് എപ്പോഴൊക്കെ ഏത് നിലവാരത്തിൽ സംസാരിക്കാമെന്ന് ഒന്ന് ചുമ്മാ എന്റെ മാധവൻകുട്ടി. ഈ ഭ്രാന്തന്മാർക്കൊക്കെ ഒരു തോന്നലുണ്ട് മറ്റുള്ളവർക്ക് ആ ഭ്രാന്തം. അത് പറഞ്ഞ മാതിരിയാ നിന്റെയും കാര്യം. ലഞ്ച് റെഡി. ആ എഴുന്നേക്ക്, ഊണഴിക്കാൻ പോവാം. ഊണ് മാത്രം പോരാ, 2 സ്മാളും കൂടിയാ. സുധേ, അവനൽപ്പം ഡ്രിങ്ക്സ് വേണമെന്ന്. അപ്പൊ നിനക്ക് വേണ്ടെന്നോ? എനിക്ക് ഡ്രിങ്ക്സ് കഴിക്കാനുള്ള സമയം ഇതല്ല. പിന്നെ ഞാൻ തനിച്ചോ? എനിക്ക് തനിച്ച് കഴിക്കണമെങ്കിൽ വല്ല ബാറിലും പോയാ പോരെ? ഒരു കമ്പനി കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോടാ കഴുതേ. ഈ നേരം വരെ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. വൈകുന്നേരം 1-2 സീരിയസ് കേസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ഒരു റിലീഫിന് വേണ്ടിയാണ് ഈ ബോറിന്റെ അടുത്തേക്ക് വന്നത്. അന്നേരം അദ്ദേഹം കൃത്യനിർവഹണത്തിന്റെ കൊമ്പത്ത്. അപ്പൊ സാറ് കാര്യം ചെയ്യണം. കൃത്യമായി ഭക്ഷണം കഴിച്ച് കൃത്യമായിട്ട് ഓഫീസിൽ പോണം. ആ സമയം തെറ്റിക്കണ്ട. സാറിനെ വേഗം ഒന്ന് ഊട്ടിവിട്. ഡോക്ടർ പാവം ഇടഞ്ഞാ പോയത്. അവന്റെ ഇടച്ചിൽ മാറ്റാൻ ഞാൻ കള്ളു കുടിച്ചോണ്ട് ഓഫീസിൽ പോണം. അതല്ല, അങ്ങേര് പറഞ്ഞതിന്റെ സ്പിരിറ്റ് മനസ്സിലാകാഞ്ഞിട്ടാ. നീ എന്നെ സ്പിരിറ്റ് ഒന്നും പഠിപ്പിക്കണ്ട.